ഒന്നും പറയണ്ട മക്കളെ, ഇന്നലെ ഞങ്ങൾക്കൊരു എട്ടിൻ്റെ പണി കിട്ടി കേട്ടോ. മൂത്ത ആളുടെ വലിയേട്ടൻ്റെ സ്കൂളിൽ പ്രോഗ്രസ് റിപ്പോർട്ട് ഒപ്പിടേണ്ട ദിവസമായിരുന്നു ഇന്നലെ. വൈകുന്നേരം 3 മണിക്കാണ് വെച്ചിരുന്നത്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ സ്കൂളിൽ ചെന്ന് പെട്ടെന്ന് റിപ്പോർട്ടൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് പാർക്കിൽ പോകണമെന്ന് പറഞ്ഞു. വെക്കേഷനൊന്നും പാർക്കിൽ കൊണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് വഴക്കെടുത്ത് വലിയേട്ടൻ്റെ വീതം പാർക്കിൽ പോയേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നൊരു ഓട്ടോ വിളിച്ചതാ. 10-80 രൂപ ദൂരമുണ്ട് ഓട്ടോയ്ക്ക്. അത്രയും ദൂരം വന്നിട്ട് പാർക്കിൽ വന്നതാണ് ഗൈസ്. അവസ്ഥയൊന്ന് നോക്കിക്കേ. പെരും മഴ എന്ന് പറഞ്ഞാൽ പെരും മഴ, ഭയങ്കര ഇടി. പാർക്കിൽ ഞങ്ങളും പിന്നെ അവിടെയുള്ള സ്റ്റാഫും അല്ലാതെ വേറെ ആരും ഇല്ല. അത് ഒരു മണിക്കൂർ അവരൊന്ന് കളിച്ചു, അത്രയും സമയം മാത്രം കിട്ടി. അത് കഴിഞ്ഞ് മഴയങ്ങ് തുടങ്ങിയിട്ട് ഒരു രക്ഷയില്ലാത്ത മഴ. പെണ്ണിവിടെ പാട്ടും പാടി ഇരിപ്പുണ്ടേ. എന്നാ മഴയാണെങ്കിലും ഇടിയാണെങ്കിലും പെണ്ണിന് വേറെ പ്രശ്നമൊന്നുമില്ല. ആൾ നല്ല പാട്ടൊക്കെ പാടി ഹാപ്പി ആയിട്ടിരുന്നു കേട്ടോ. കുറേ സമയം തണുപ്പും തുടങ്ങി കേട്ടോ. അപ്പോൾ തണുപ്പടയ്ക്കുമ്പോൾ കുഞ്ഞേട്ടന് നല്ല ചുമ തുടങ്ങും. ഒരു അലർജിയുടെ പ്രശ്നമുള്ളതുകൊണ്ട് ചുമ തുടങ്ങും. അങ്ങനെ മൊത്തം സീനായിപ്പോയി. പിന്നെ അവരുടെ പപ്പ വരാൻ വേണ്ടിയിട്ട് തന്നെ ഒത്തിരി സമയമെടുത്ത് ജോലിക്ക് പോയി ജോലി സ്ഥലത്തുനിന്ന് വന്നിട്ട് വേണം പിന്നെ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാൻ. അപ്പം ഞങ്ങളവിടെ നിന്ന് മടുത്ത് കഴിഞ്ഞപ്പോൾ ഒരല്പം ഒരു 2 ഇഞ്ച് സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഭിത്തിയുടെ ആ ഒരു ഭാഗത്ത്. അവിടെ ഞങ്ങൾ എങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്ത് ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവൻ കുഞ്ഞിനെ എടുത്തോളാമെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ നിർബന്ധത്താലല്ലേ പാർക്കിൽ വന്ന് പെട്ടുപോയത്. അപ്പോൾ മഴ തുടങ്ങാറായപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇനി നോക്കണ്ട, ഒരു ഓട്ടോ വിളിച്ച് വീട്ടിൽ പോകുന്ന. ഈ സാരമില്ല, വന്നിട്ട് പോയാൽ അത് അതുവരെ കളിക്കാം, മഴ പെയ്താൽ മഴ കഴിഞ്ഞിട്ട് കളിക്കാമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ ഈ വലിയേട്ട സമ്മതിക്കില്ല, വീട്ടിൽ പോകാൻ സമ്മതിക്കില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും മഴ അങ്ങ് ഒരിക്കലും ഇല്ലാത്ത മഴ, ഭയങ്കര മഴയും അതുപോലെയുള്ള ഇടി, ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവിടെ അപ്പുറം മാറി ഇപ്പുറം മാറിയൊക്കെ കൊച്ചിനെ കൊണ്ട് അവൻ ഇരിക്കുകയാണ് കേട്ടോ. എന്താ ചെയ്യുക, അവനൊന്നും പറയാൻ നിർത്തില്ല, അവൻ്റെ നിർബന്ധം കാരണം പോയതാണല്ലോ. പാവക്കുട്ടി അതിൻ്റെ ഇടയ്ക്ക് അങ്ങ് നല്ല സൂപ്പറായിട്ട് ഉറങ്ങി കേട്ടോ. പിന്നെ അവൾക്കൊന്നും അറിയണ്ടല്ലോ, അവൾ സുഖമായിട്ട് ഉറങ്ങിയതാ. ഒരാൾ കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്നതാണ് ഈ കാണുന്നത്. കണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ? ഈ ചെങ്ങായിയാണ് ഇതിനൊക്കെ കാരണം. കണ്ടോ, ചെങ്ങായി ഉറങ്ങുന്നുണ്ടോ വാപ്പ പിടിച്ചോണ്ട്? നിങ്ങൾ പറക്കൈ, ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു പറഞ്ഞു. ഉണ്ടോ എപ്പോഴും ഭാഗ്യമുണ്ട് കൈ. അങ്ങനെ ഞങ്ങളൊരു 4:30 ആയപ്പോൾ എത്തിയിട്ട് കറക്റ്റ് 6:30 അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ കുറച്ച് സമയം കളിച്ച് ഒരു 1.5-1.25 മണിക്കൂറോളം മഴയത്ത് അവിടെ ഇങ്ങനെ കഷ്ടിച്ച് കുത്തിയിരുന്ന് അന്നേരത്തേന് അവരുടെ അപ്പ വന്ന് പിന്നെ പോന്നു. അതായിരുന്നു ഇന്നലത്തെ ഒരു ഔട്ടിങ്ങിന് പോയതാണ്. കറങ്ങാൻ പോയിട്ട് അവസ്ഥ അങ്ങനെയായിപ്പോയി.